ഞാൻ അഭിമാനിക്കുന്നു മിസ്റ്റർ ACP തന്റെ കാര്യത്തിൽ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും അനുസരണാശീലമുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നും കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് ആത്മാർത്ഥതയും അർപ്പണ മനോഭാവത്തോടും കൂടി വർക്ക് ചെയ്യുന്ന നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥൻ പോലീസ് സേനയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. തന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, നസീറിന്റെ തിരോധാനം അന്വേഷിക്കുന്ന കേസിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായാ എന്നെ അപ്പപ്പോ അറിയിക്കണമെന്ന്. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അറസ്റ്റിന് തയ്യാറെടുത്തപ്പോ എന്നെ വിവരം അറിയിച്ചില്ല? പറ, എന്താ അറിയിക്കാത്തേന്ന്? അജിയുടെ നേരിട്ടുള്ള ഓർഡർ ആയിരുന്നു. IG പ്രത്യേകം പറഞ്ഞു എന്നെ അറിയിക്കരുതെന്ന്. അയ്യോ മാഡം, അങ്ങനെ പറഞ്ഞില്ല. ഇവരെ ഇപ്പൊ എന്തിനാ അറസ്റ്റ് ചെയ്തത്? മാഡം, ആ കൈപ്പത്തി കിട്ടിയത് ഈ കോമ്പൗണ്ടിൽ നിന്ന്. അത് നസീറിന്റെ കൈപ്പത്തിയാണെങ്കിൽ ആണെങ്കിൽ കൊന്നത് ഇവരായിരിക്കുമല്ലോ മാഡം. എന്ന് താനങ്ങ് തീരുമാനിച്ചോ? എടോ, ആ കൈപ്പത്തിയുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു. ആ വിവരമാണ് നമുക്കറിയേണ്ടത്. പറയാം. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ നസീറിന്റെ വാപ്പ അബൂബക്കർ ആയിരിക്കരുതെന്ന് മാത്രം. അബൂബക്കറിന്റെ DNA റിപ്പോർട്ടും കൈപ്പത്തിയുടെ DNA റിപ്പോർട്ടും ഒരു തരത്തിലും മാച്ച് ആവുന്നില്ല. കിട്ടിയ കൈപ്പത്തി നസീറിന്റേതല്ല. ഇതാ റിപ്പോർട്ട്. ഇവരെ റിലീസ് ചെയ്. പറഞ്ഞ കേട്ടില്ലടോ, റിലീസ് ചെയ്യടോ. അവൻ ഇറക്കി വിടുവോ? ഇനി ആ വിലങ്ങ് അഴിക്കണം. നിക്കേ. ഇനി എന്തായാലും കുറച്ചു നാളത്തേക്ക് ചന്ദ്രബോസ് പുതിയ തന്ത്രങ്ങളുമായിട്ട് വരാൻ സാധ്യതയില്ല. ഇന്നത്തെ സംഭവം അയാൾക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും അയാളെ കുറിച്ച് പറയാൻ പറ്റില്ല മോളെ. പകയുള്ള ഇനവാ. എപ്പോഴാ പതിയെ ഇരുന്ന് കുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. വിഷ്ണുവിനോടും നിന്നോടൊക്കെ അയാൾക്കിപ്പോ വൈരാഗ്യം കൂടിയിരിക്കുക. നിങ്ങൾ രണ്ടുപേരും ശരിക്കും സൂക്ഷിക്കണം. അയാള് ദ്രോഹിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തില് അയാളോട് ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരാള് വിഷ്ണുവേട്ടനാ. നേർക്ക് നേരെ നിന്ന് വിഷ്ണുവേട്ടനെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അയാൾക്കറിയാം. അതിനാ അയാള് വിഷ്ണുവേട്ടന്റെ സ്വന്തക്കാരെ മുഴുവൻ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാക്കി ദ്രോഹിക്കുന്നത്. ഒരുതരം മാനസിക വിഭ്രാന്തി, അല്ലാതെ എന്തു പറയാനാ? ഇനിയെങ്കിലും ഒരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ചായ എടുക്കാം, നീ ഇരിക്കാം. നിക്കമ്മ, ചായയൊക്കെ ഞാൻ എടുത്തോളാം. എന്നെ സൽക്കരിക്കാൻ ഞാൻ വിരുന്നു വന്നൊന്നും അല്ലല്ലോ. ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ? അച്ഛനിപ്പോ മരത്തില്ലേ മോളെ? ഇപ്പൊ വരുവാ ചേച്ചാ, ഒന്ന് ക്ഷമി. ക്ഷമിയോ? ആ, ക്ഷമിക്കാൻ. ഓ അങ്ങനെ. ദേ മുഴുവനും കുടിക്കണം, ചൂടാറണ്ട. ഓ ആയിക്കോട്ടെ. അല്ല, എന്റെ മക്കളെ ആരാ ചാടാൻ പഠിപ്പിച്ചേ? അതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ശാരദമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചതാ. മധുരോ കടുപ്പോ എല്ലാം കേറ് കൃത്യം. ശാരദാമ്മയുടെ കൈപുണ്യം അതുപോലെ കിട്ടിയിട്ടുണ്ട്.
ദേ അച്ഛൻ വന്നല്ലോ. ആ ആ അച്ഛനും പിള്ളച്ചേട്ടൻ എപ്പോഴാ വന്നേ? ഞാനും അച്ചാച്ചനും കൂടി അച്ഛൻ വന്നത്. അത് ശരി. അപ്പൊ നിങ്ങള് സ്കൂളിൽ ചെന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ, സ്കൂളിൽ ചെന്നാ ഞാനല്ലടാ, നിന്റെ അമ്മയാ. എന്ത്, നിനക്ക് വിശ്വാസമായില്ലേ? എടാ, ഭാമയപ്പ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടേ എനിക്ക് തന്നെ വിശ്വാസമാവുന്നില്ലെന്നേ. ഭാമ തന്നെയാണോ ഈ കാണിക്കുന്നെന്നും പറയുന്നെന്നൊക്കെ? സത്യാമ്മ സ്കൂളിൽ വന്നിരുന്ന അച്ഛാ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തന്നു. ദേ ഈ വളയും മാലയും കമ്മലും ഈ ക്ലിപ്പും ഒക്കെ സത്യാമ്മ വാങ്ങിച്ചു തന്നതാ. പിന്നെ ഈ ഉടുപ്പും വാങ്ങിച്ചു തന്നു. പിന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നല്ലോ. എപ്പോ? ഇന്ന് തന്നെ. ഞാനിത് എന്തൊക്കെയാ കേക്കണച്ച? എടാ, ഏതോ ലോകത്തിലാ അവള്, സ്വപ്ന ലോകത്തിലേ.